ഭർത്താവിന് ഭാര്യ മടുക്കുന്നു, ഭാര്യയ്ക്ക് ഭർത്താവ് മടുക്കുന്നു. എന്താണ് ഇതിന് കാരണം? ഇതാണ് ഇന്ന് എൻ്റെ ടോപ്പിക്. നല്ലതായിട്ടെല്ലാം കേൾക്കണോട്ടോ. ഞാൻ ഫസ്റ്റ് തൊട്ട് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ മടുപ്പുകൾ, മടുപ്പല്ലേ, മടുക്കുന്നത്, മടുക്കത്തില്ലേ, അതാണോ വാക്ക്? അതിനെക്കുറിച്ചാണ്. അത് നമ്മൾ കല്യാണത്തിൽ നിന്ന് ആരംഭിക്കാം. കല്യാണത്തിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിക്കുമ്പം പെണ്ണായ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണ്. ആണിൻ്റെ മൈൻഡ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇനി എല്ലാവർക്കും എന്ത് തോന്നും എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നിയിട്ടുള്ള, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അതിൽ നിന്ന് ആരംഭിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഇന്ന് എൻ്റെ ചർച്ചാ വിഷയം. അല്ലാതെ ഒരു ലൈഫ് ജേർണി അല്ല. മനസ്സിലായല്ലോ? അപ്പം അന്നത്തെ എൻ്റെ ഒരു ചിന്താഗതി എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പേടിയുണ്ടാവും. ഇന്നത്തെ കുട്ടികൾക്ക് പേടിയുണ്ടാവുമോ എന്നറിയത്തില്ല. എനിക്കൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. പറയാൻ നാണക്കേടുണ്ട്, എന്നാലും അങ്ങ് പറയാം. പേടിയുണ്ടായിരുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് വേറൊരാൾ ആക്രമിക്കാൻ വരുന്നു. അത് സ്നേഹത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും നമ്മൾ ശരീരത്തിലേക്ക് ഒരാൾ ആക്രമണമാണ് നടത്തുന്നത്. അങ്ങനെയാണ് എനിക്ക് ഫീലായത്. സത്യമായിട്ടും അങ്ങനെയാണ് ഫീലായത്. ഒരുപാട് നാളുകൾ അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീലായത്. പിന്നെ നമുക്ക് സ്നേഹങ്ങളുണ്ടാവും. അത് സ്നേഹങ്ങളുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ആളുടെ ആ ബിഹേവിങ് എല്ലാം വെച്ച് ആ കുഞ്ഞിനോടുള്ള സ്നേഹവും, അപ്പോഴായിരിക്കും നമ്മളോട് ഒരു സ്നേഹം ഉണ്ടായിരിക്കും. നമ്മളൊരു കുഞ്ഞിനെ കൊടുത്തില്ലേ, ആ ഒരു സ്നേഹവും, ആ കുഞ്ഞിനെ കളിക്കുന്നതും ചിരിക്കുന്നതും അത് ചെയ്യുന്നതും ഇതെല്ലാം കാണുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് സത്യം പറഞ്ഞ ഒരു നല്ല കല്യാണത്തിൻ്റെതായ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരും പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഒരു കുഞ്ഞൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങ് തീരാവുന്നേ ഉള്ളൂ. അത് സത്യമാണ്. അപ്പം ഞാൻ ഒരു ലവ് മാരേജ് ആണ്, എന്നിട്ട് പോലും എനിക്ക് ആ ഒരു കാര്യത്തിലേക്ക് കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇതിങ്ങനെ കാലങ്ങൾ കടന്നു പോകും. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേന് നമ്മുടെ പിന്നെ ലോകം ആ കുഞ്ഞായി മാറും. നമ്മൾ മറ്റേ കാര്യത്തിന് ഇമ്പോർട്ടൻസ് അങ്ങ് കുറയ്ക്കും. അങ്ങനത്തുള്ള ചിന്താഗതി ഇല്ലെങ്കിൽ പിന്നെ ഒട്ടും ആ വഴിയിലേക്ക് പോകത്തില്ല. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഹസ്ബൻഡാണെന്ന് വെച്ചു, ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവോയ്ഡ് ചെയ്യും. ചിലവും ഭാര്യയായിട്ട് മാത്രം വെച്ചിട്ട് വേറെ പെണ്ണുങ്ങളോട് അതിൻ്റെതായ കണക്ഷൻസ് അറിയാലോ, ആ കണക്ഷൻസ് പച്ചയായിട്ട് പറയുന്നില്ല, അതിലേക്ക് പോകും. ഒരു 100-ൽ 95% അങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്തൃ ബന്ധം സ്റ്റോപ്പിട്ട് പോകുന്നത്. അങ്ങനെ പക്ഷേ അതിലും ഇമ്പോർട്ടൻസ് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞിനും കൊടുക്കുന്നുണ്ടെങ്കിൽ, എവിടെയൊക്കെ പോയി ആ മാട് മേയത്തില്ലേ, അവിടെ ഇവിടെയൊക്കെ മേഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരത്തില്ലേ, അതേപോലെ തിരിച്ച് വീട്ടിൽ തീർച്ചയായിട്ടും വരും, എങ്ങും പോകത്തില്ല. അവർക്ക് കുടുംബമായിട്ടുള്ള ഒരു സ്നേഹവും പിന്നെ പബ്ലിക്കിനെയും കുടുംബക്കാരെയൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും ഇങ്ങനൊരു കാര്യത്തിന് ഏതവൾ വന്നു നിന്നാലും, എനിക്ക് എൻ്റെ ഭാര്യ സെക്സ് തന്നില്ലെങ്കിലും അത് തന്നില്ല ഇത് തന്നില്ലെങ്കിലും എനിക്ക് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ തന്നൊരു കല്യാണം, എൻ്റെ ഭാര്യയ്ക്ക് ഉള്ള അതേ ഇമ്പോർട്ടൻസ് എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ സമൂഹത്തിനും എൻ്റെ ബന്ധുക്കൾക്കും ഞാൻ കൊടുക്കുന്നു എന്ന് വിചാരിച്ച് അവരതിനനുസരിച്ച് അങ്ങ് ജീവിക്കും. ചെല്ല് പറഞ്ഞ് കേട്ടില്ലേ, ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റിയില്ല, കളഞ്ഞിട്ടങ്ങ് പോയെന്ന്. അവരെ മാത്രമാണ് സ്നേഹിക്കുന്നത്. സമൂഹത്തിനെയോ അല്ലെങ്കിൽ സമൂഹത്തിനേക്കാൾ ഇമ്പോർട്ടൻസ് നമ്മുടെ ബന്ധുക്കളാണ്. അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താലേ സമൂഹത്തിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന സാധനം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാര്യയുടെ മടുപ്പുകളാണ്. ഇവിടെ പോയി നിന്നു. അതിലേക്ക് കടക്കാം. അങ്ങനെ ജോലി തിരക്കും കാരണം ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ചിന്താഗതി, നമുക്ക് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവത്തില്ല. ആണുങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. ആണുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആണുങ്ങൾക്ക് നഷ്ടങ്ങളൊന്നുമില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമാണ്. 50 വയസ്സായാലും ഇങ്ങനെ നിൽക്കും. ആണുങ്ങളുടെ ഒരു അതാണ്. പക്ഷെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ആ നഷ്ടങ്ങളെയെല്ലാം അംഗീകരിച്ച് അതിനൊരു താങ്ങും തണലുമായിട്ട് നമ്മുടെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നാൽ നമ്മൾ ഭയങ്കര ഭാഗ്യവതിയാണ് എന്നാണ് പറയേണ്ടത്.
ഉം. കാരണം ഒരു ബന്ധം എനിക്ക് തോന്നുന്നു ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ബന്ധം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാര്യ ഭർത്താവ് ബന്ധമാണെന്ന്. ആ പണ്ട് എവിടെയോ മമ്മൂട്ടി പറയുന്നത് കേട്ട് നിങ്ങളൊക്കെ കണ്ടു കാണും. എപ്പോൾ വേണമെങ്കിലും കട്ടറുത്ത് കളയാവുന്ന ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം. പക്ഷേ അതാണ് ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത്. അത് സത്യസന്ധം. എവിടുന്നോ വന്ന് രണ്ട് പേര് വന്ന് ഒരു കുടുംബത്തിനെ ചേർത്ത് വെക്കുന്നു. ഒരു ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നു. ഒരു പെണ്ണും ഒരാണും കൂടെ ചേർന്ന്. അതാണ് കല്യാണം. ചിലർ പറയുന്നത് ഡാഷ് ചെയ്യാൻ ലൈസൻസിന് വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നതെന്ന് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അങ്ങനല്ല. ബന്ധങ്ങൾ ഊട്ടി ഉറയ്ക്കാനുള്ളതാണ് കല്യാണങ്ങൾ. കല്യാണം. അപ്പം എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങളാരും കണ്ടിട്ടില്ലേ മമ്മൂട്ടിയുടെ? അത് കാണണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതാണ്. ഞാൻ ഈ പിരിയുന്നതിനെ കുറിച്ച് പറയാൻ വന്ന പോയിന്റില്ല. ഞാൻ പറയുന്ന വേറെ എവിടെങ്കിലും കയറി അങ്ങ് പോകും. ഇതാണ് പ്രശ്നം. പറഞ്ഞുതരാം. അപ്പം ഈ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാരണം കുഞ്ഞിൻ്റെ പ്രശ്നങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും അതും ഇതുമൊക്കെ നോക്കി നമ്മൾ ആ രീതിയിൽ നിന്ന് മാറും. പിന്നെ കുറച്ച് സാമ്പത്തികവും മറ്റുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും അതിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്തു പറയുന്നത്, അപ്പോഴത്തേന് അടുത്ത കുഞ്ഞ് വരും. അടുത്ത കുഞ്ഞ് പിന്നെ അത് ഒരു എന്താ പറയുന്നത്, ഈ ഭാര്യ ഭർത്തൃ ബന്ധം ഒരു ചടങ്ങ് പോലെ അങ്ങനെ ആവും. അത് കുറഞ്ഞ ഒരു 10-15 വർഷം കാലഘട്ടം, 10-15 വർഷം നല്ല രീതിയിലൊക്കെ പോകുമായിരിക്കും. നല്ല രീതി എന്ന് വെച്ചാൽ ആ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു 2-3 വർഷമുള്ള ആ ഒരു ഊഷ്മളത കുറഞ്ഞ് 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 വരും. കുറഞ്ഞ് വരുന്നതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതല്ലേ, ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ എന്താണ് ബെറ്റർ ഒന്നുമില്ലല്ലോ എന്ന്. കാരണം നമ്മുടെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ പരസ്പരം വാരി വിതറിയിട്ടു. ഇനി പുതിയ ഐറ്റംസ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം കുറേശ്ശെ അതിൽ നിന്ന് മടുക്കും. മടിപ്പല്ല, മടുക്കും. മടിപ്പ് എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥമാണ്. അപ്പോൾ മടുപ്പ് വരുമ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ ചിലപ്പം വേറെ ആരെങ്കിലും, ഞാൻ അതിൻ്റെ ഇത് നിങ്ങളോട് പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെയുള്ളവർ പോകത്തുള്ളൂ. വേറെ ഉള്ളവരെ അന്വേഷിച്ച് പോവും. അതേപോലെ ആണാണെങ്കിൽ ഹസ്ബൻഡാണെങ്കിൽ വേറെ ആരെങ്കിലും അന്വേഷിച്ച് പോവും. കുട്ടികളാണെങ്കിൽ അനാഥയായി മാറും. അങ്ങനെ ചീത്തപ്പേരായി അങ്ങനെ പോവും. ഞാൻ ഇത് വേറെ ഒരു കാര്യം പറയാൻ വന്നേ ഇവിടെ വന്ന് എത്തി. ഞാൻ ഈ മടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അത് കുറച്ചുകൂടെ പച്ചയായിട്ട് പറഞ്ഞാലേ അതിനൊരു ഇതുണ്ടാവത്തുള്ളൂ. പക്ഷെ പച്ചയായിട്ട് പറഞ്ഞാൽ എന്നെ അറിയുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവക്ക് എന്തുവാ ഭ്രാന്താണോ? 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടത് എന്നുള്ള സൗണ്ട് കൊടുത്തും പറഞ്ഞുകൊണ്ട് എന്നെ എത്ര പേര് വന്ന് വഴക്കും. നിനക്ക് എന്താ ഭ്രാന്തായോ? എൻ്റെ ഒരു ഫ്രെഡി, നിനക്ക് എന്തുവാടി പ്രശ്നം? നീ എന്തിനാടി പബ്ലിക്കിൽ ഇങ്ങനെ കാണിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവളെന്നോട് വഴക്കിന് വന്നു. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു രസമല്ലേ, ഇതൊക്കെയല്ലേ ഞാൻ എപ്പോഴും നിങ്ങളോടൊക്കെ സംസാരിക്കാറുള്ളത്. അപ്പൊ അതൊക്കെ തമാശയായിട്ട് എടുക്കണോ എന്ന് ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു. ഇത് ടൈം വരെയായി. അപ്പോൾ ഞാൻ എന്താ പറയാമെന്ന് വെച്ചാൽ ഈ മടുക്കുന്നതിനെ കുറിച്ചല്ലേ. ഇപ്പം അങ്ങനെ കാലങ്ങൾ കഴിയെ ഒരേ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. മടുക്കുന്നതിന് ഒരേ ഒരു പോയിന്റ്, പുതിയതായിട്ടൊന്നുമില്ല. ഡെയിലി നമ്മൾ കാണുന്നതാണ്. ഇത് ഡെയിലി ഉള്ളതാണ്. ഇത് ഡെയിലി നമ്മൾ വീട്ടിൽ ചോറും കറിയൊക്കെ തിന്നുന്നില്ലേ, അതേപോലെ ഒരു കാര്യമാണ് എന്ന് വിചാരിച്ചാണ് മടുക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ തലത്തിലേക്ക് എന്ന് വെച്ചാൽ കുറച്ച് ഇപ്പം 40-40 50 വയസ്സിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ദമ്പതികളാണെങ്കിൽ അവർക്ക് കുട്ടികളൊക്കെ കുറച്ച് മെച്ചൂർഡായി കാണും. അവർക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചുറ്റാം, വേറെ രീതിയിലൊക്കെ ഉള്ള ഒരു എൻജോയ്മെൻ്റൊക്കെ ചെയ്ത് അതിനുശേഷം ഇതിലേക്കൊക്കെ കടന്ന് പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കണ്ടായിരുന്നു, ഇത് കണ്ടായിരുന്നു, അന്ന് അവിടെ സംഭവിച്ചു കണ്ടായിരുന്നു, നമുക്കിങ്ങനെ ഇല്ലല്ലോ, നമ്മൾ അങ്ങനെയുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേനും പുതിയ കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അതിലൂടെ നമുക്ക് പുതിയ കാര്യങ്ങൾ പറ്റും. അപ്പോൾ അങ്ങനെ ശ്രമിക്കുക. അല്ലാതെ ഒരു കാരണവശാലും പുതിയത് അവിടെ ഉണ്ട് എന്ന് വിചാരിച്ച് ഭാര്യ അങ്ങോട്ടും പുതിയത് ഇവിടെ ഉണ്ട് ഭർത്താവ് അങ്ങോട്ടും ഒരു കാരണവശാലും പോകരുത്. കാരണം അത് ചുമ്മാ ഒരു കാര്യമോ 5 നിമിഷമോ 10 നിമിഷമോ എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോയി നമ്മുടെ ലൈഫ് കളയുന്നത്? അതുകൊണ്ട് നമുക്കൊരിക്കലും മടുക്കത്തില്ല എന്ന് ഭർത്താവും ഭാര്യയും വിചാരിച്ചു കഴിഞ്ഞാൽ മടുക്കത്തില്ല. എന്തൊക്കെ കാര്യമുണ്ട് പറയാനായിട്ട്. പ്രധാനമായിട്ട് നിങ്ങൾ എന്താണ് കരുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെ ഭർത്താവായിട്ട് കാണരുത്, നല്ല ഒരു കൂട്ടുകാരനായിട്ട് കാണണം. എനിക്ക് എന്തും പറയാനുള്ള
എന്ത് ഓടിപ്പോയി അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഉലുസ് ഉലുസി മുതുകിലിട്ട് ഇടി ഇടിച്ച് കട്ടിച്ച് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു എന്താ പറയുന്നേ, അത് നമ്മുടെ ഒരു കളിപ്പാട്ടാണ്, നമ്മുടെ ഒരു നല്ല ക്ലോസ് ഫ്രണ്ടാണ്. നമ്മുടെ സ്നേഹം കൊണ്ട് നമുക്ക് അമർത്തിപ്പിടിക്കാനായിട്ട് ദേഷ്യം വന്നാലോ ഇങ്ങനെ തലമുടിയൊക്കെ പിടിച്ച് വെച്ച് ഇങ്ങനെ വലിച്ച് വലിച്ച് ഇടിയൊക്കെ ഇടിച്ച് അവ അങ്ങനെയൊക്കെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയാൽ പുതിയ പുതിയ പുത്തനുണർവ് ലഭിക്കും. ഇല്ലാതെ എന്തുവാ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണർവുണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? ഭർത്താവിനെ കൂട്ടുകാരനെ പോലെ കാണണം. മുടി വലിച്ച് പറിക്കണം, തലയിലെ മുടി വലിച്ച് പറിച്ച് നമ്മളിങ്ങനെ എന്താ പറയുന്നത്, വെള്ളത്തിൽ പിടിച്ച് കൈവച്ച് 5 വിരൽ കൊണ്ട് നുള്ളണം. 5 വിരൽ കൊണ്ട് നുള്ളാൻ അറിയത്തില്ലേ? ഒരു പിടി പിടിക്കണം. അപ്പം അയ്യോ വേദനിക്കുന്നേന്ന് പറയും. അപ്പം വേദനിച്ചോ എന്നിട്ട് ഒരു കടി കടിക്കണം. അപ്പം പുതിയ 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 മുകുളങ്ങൾ അവിടെ പൊട്ടി മുളയ്ക്കും. വയസ്സ് ഒരു പ്രശ്നമല്ല. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആസ്വദിക്കാനും ആസ്വദിക്കപ്പെടാനും. മനസ്സിലായോ എന്തെങ്കിലും? താങ്ക് യു.